തൃപ്തിയാക്കുക. എന്താണ്? കർത്താവിനെ നിന്റെ സംതൃപ്തിയാക്കുക, സന്തോഷമാക്കുക. എന്താണ് സംതൃപ്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? തൃപ്തിയായി എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു, അപ്പൊ അമ്മ പറയാണ് കുറച്ചും കൂടി പൈസ കൊടുക്കട്ടെ, ഐസ്ക്രീം എടുക്കട്ടെ. വേണ്ട, ഇനി വയറില്ല, തൃപ്തിയായി. അല്ല, കുറച്ചും കൂടി ഇട്. അയ്യോ വേണ്ടേ എന്ന് പറയുന്നൊരു സമയമില്ലേ? ആ സമയമാണ് തൃപ്തിയായി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിനക്ക് എപ്പോഴാണ് തൃപ്തിയാകുന്നത്? നമുക്കൊരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 65:4 എടുക്കാം. 65-ാം സങ്കീർത്തനം 4-ാമത്തെ തിരുവചനം. ഇനി നമ്മൾ ഇത്തിരി സ്പീഡിൽ പോവും, റിവിഷൻ കഴിഞ്ഞു. 65-ാം സങ്കീർത്തനം 4-ാമത്തെ തിരുവചനം വായിക്കാം. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവർ ഭാഗ്യവാന്മാർ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവർ ഭാഗ്യവാന്മാർ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ തൃപ്തിയെ കുറിച്ചാണ്, അവസാനം തൃപ്തിയിൽ എത്തുന്നതുകൊണ്ടാണ് ആ വചനം നമ്മൾ എടുത്തത്. കർത്താവിന്റെ അങ്കണത്തിൽ വസിക്കാൻ ആരാണ് നമ്മെ തെരഞ്ഞെടുത്തത്? കർത്താവ് തന്നെയാണ് തെരഞ്ഞെടുത്തത്. ഇറ്റ് ഈസ് എ ഡിവൈൻ ഇനീഷ്യേറ്റീവ്. മുൻകൈ എടുത്തത് ആരാണ്? കർത്താവാണ്. നമ്മളെ ആവിലയിലേക്ക് ഇന്ന് കൊണ്ടുവരാൻ മുൻകൈ എടുത്തത് ആരാണ്? അല്ലെ? അമ്മ തള്ളി പറഞ്ഞു വിട്ടതാണോ? അപ്പൻ തള്ളി പറഞ്ഞു വിട്ടതാണോ? ഭർത്താവ് എങ്ങനെയെങ്കിലും പൊടി എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞു വിട്ടതാണോ? ഭാര്യ തള്ളി പറഞ്ഞു വിട്ടതാണോ? അല്ല, കർത്താവ് ഇനീഷ്യേറ്റീവ് എടുത്തു, കർത്താവ് തെരഞ്ഞെടുത്തു. ഈശോ പറഞ്ഞു, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കുകയില്ല. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ കർത്താവിന്റെ അങ്കണത്തിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഡിവൈൻ ഇനീഷ്യേറ്റീവാണ്. 1. 2, ഏതാണ് കർത്താവിന്റെ അങ്കണം? കർത്താവിന്റെ അങ്കണം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈശോ വസിക്കുന്ന ഇടം ഏതാണത്? ദിവ്യകാരുണ്യം. നമ്മൾ അമ്മ ത്രേസ്യയെ കുറിച്ച് ഒരു ക്ലൂ പറഞ്ഞുതരാം. അമ്മ ത്രേസ്യ, യെസ്, അഭ്യന്തര ഹർമ്മ്യം, ഇന്റീരിയർ കാസിൽ. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആര് വസിക്കുന്നു? ഈശോ വസിക്കുന്നു. അപ്പോൾ ദൈവം, ഇനി ശ്രദ്ധിക്കണേ, കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചോ. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വസിക്കാൻ, ഇന്റീരിയർ കാസിൽ, അഭ്യന്തര ഹർമ്മ്യത്തിൽ വസിക്കാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. നമ്മെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ആന്തരികമായ ലൈഫിനാണ്, ഒരു ഇന്റീരിയർ ലൈഫിനാണ്. നമ്മളും ഈശോയുമായിട്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വസിക്കാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ഇനി അതിനുശേഷം എന്ത് സംഭവിക്കും? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഭാഗ്യമുള്ള തെരഞ്ഞെടുപ്പാണ്. ഭാഗ്യത്തെ, ബ്ലെസ്സഡ്, അതാണ് സുപ്രീം ജോയ് എന്ന് പറയുന്നത്. ഈശോയോടുകൂടെ ഉള്ളിന്റെ ഉള്ളിൽ വസിക്കാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി എന്ത് സംഭവിക്കും? ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട്. എന്താണ് ഈ ഉള്ളിന്റെ ഉള്ളിലെ ഈ ആലയത്തിലെ നന്മ? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ വിശുദ്ധ മന്ദിരത്തിലെ നന്മ ഏതാണ്? ദൈവത്തിന്റെ നന്മ, ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ കരുണ. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ദൈവത്തിന്റെ നന്മ കാണുന്നു, ദൈവത്തിന്റെ നീതി കാണുന്നു, ദൈവത്തിന്റെ കരുണ ആസ്വദിക്കുന്നു. ആ വിശുദ്ധ മന്ദിരത്തിലെ നന്മ, ആ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് ഞാൻ സംതൃപ്തനാകും.